ഇത്? എനിവേ, നിന്നെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. എവിടേക്ക്? തൽക്കാലം ഒരു ഹോസ്പിറ്റലിലേക്ക്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. പിന്നെ ഞങ്ങൾക്കൊക്കെ നിന്റെ കൂടെ നിൽക്കാലോ. നോ, ഞാൻ വരില്ല. എന്താ ഈ പറയുന്നത്? ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഒരു ഓർഡർ വാങ്ങിച്ചതെന്ന് അറിയും. എനിക്കറിയണ്ട എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എന്തിനാ ഈ ഹറാസ്മെന്റ് അനുഭവിക്കുന്നത്? ഏതോ ഒരു പോലീസ് ഓഫീസറിന്റെ റിവെഞ്ചിന് ഇരയാക്കുകയല്ലേ എന്നെ. ഐ എം നോട്ട് ഗോയിങ് എനിവേ. പ്രിയ, ഇനി കൊണ്ടുപോകുന്നെങ്കിൽ മാന്യമായിട്ട് കൊണ്ടുപോകണം, അല്ലാതെ ഞാൻ വരില്ല. ഇവിടെ കിടന്ന് ചത്താലും ഞാൻ വരില്ല. അങ്ങനെ ഒന്നും പറയരുത്. I don't want to hear anything. Please go. ഇവളൊക്കെ എന്താ വേണ്ടത്? 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്കാണ് അവളെ വിളിച്ചത്. അതിന് എത്ര പേരുടെ കാല് പിടിച്ചു, എന്റെ നിലയും വിലയും മറന്ന്. എന്നിട്ടും അവൾ വരില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഐ കാൻ സ്റ്റാൻഡ് ദിസ്. അവളുടെ അഹങ്കാരം അല്ലാതെ എന്ത് പറയാനാ? ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്നത് നമ്മളെ വേണം തല്ലാൻ. ആ താരാദാസ് ഒന്ന് ഞൊടിച്ചാ മതി. ഈ ലോകം മുഴുവനുള്ള സുന്ദരിമാർ അയാളുടെ ചൊൽപ്പടിയിലെത്തും. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒരു സിനിമാ നടി? എനിക്കതാ മനസ്സിലാവാത്തത്. താരാദാസിന് അക്കാര്യത്തിലെന്നല്ല ഒരു കാര്യത്തിലും ഞാൻ കുറ്റം പറയില്ല. ഞാൻ പറയും, അയാളുടെ ആ നടിയുമായുള്ള ബന്ധം എനിക്കിഷ്ടമല്ല. നമുക്കൊക്കെ ഒരു നിലയും വിലയും ഇല്ലേ? ഇയാൾക്ക് വേണ്ടി കണ്ട നടികളുടെ ദുർമുഖം കാണാനൊന്നും എനിക്ക് വയ്യ. എന്റെ ഉദ്യോഗത്തിനും അന്തസ്സിനും അത് ചേർന്നതുമല്ല. ഇറ്റ്സ് സോ ചീപ്പ്. എന്താ മിസ്റ്റർ ജോർജ് നിർത്തിക്കളഞ്ഞത്? ഞാൻ ചീപ്പാണെന്നോ എൻ്റെ പ്രവൃത്തികൾ ചീപ്പാണെന്നോ? പക്ഷേ എൻ്റെ പണം ചീപ്പല്ല, എൻ്റെ ഇൻഫ്ലുവൻസ് ആൻഡ് ഗുഡ് വിൽ ചീപ്പല്ല. അതെല്ലാം നിങ്ങളുടെ സ്വന്തവും ഔദ്യോഗികവും ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ചീപ്പ്, അവളുമായിട്ടുള്ള എൻ്റെ ബന്ധം ചീപ്പ് അല്ലേ? പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചീപ്പല്ല. സോ പ്രഷ്യസ് ആൻഡ് എനിത്തിങ് എൽസ് ഇൻ ദ യൂണിവേഴ്സ്. കാരണം നിങ്ങൾക്ക് താരാദാസ് എന്ന ബിസിനസ് ടൈക്കൂണിനെയാണ് ആവശ്യം. അവൾക്ക് താരാദാസ് എന്ന വ്യക്തിയാണ് ഇഷ്ടം. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അവളെ എനിക്ക് നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് ഞാൻ സഹിക്കില്ല. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഐ കൻ ടേക്ക് കെയർ ഓഫ് ഹർ. ഓക്കെ? പിന്നെ എന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്തുകൊള്ളണമെന്നില്ല. ഐ എം ദാസ്, താരാദാസ്. മൈൻഡ് ഇറ്റ്. എനിക്ക് എന്റേതായ വഴികളുണ്ട്. ഐ വോണ്ട് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് സി. യെസ്, നൗ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നതിൽ പ്രയാസമുണ്ട്. This idiot Balram is taking personal vengeance on me. അതിനാ കുട്ടിയെ ഉപദ്രവിക്കുന്നതിന് അയാള്. സുപ്രിയ സാറിന് നേരിട്ടറിയാമല്ലോ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് സാർ തന്നെയല്ലേ ആ കുട്ടിക്ക് കൊടുത്തത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിലെ അംഗമാണെന്നും സോഫിസ്റ്റിക്കേറ്റഡ് ആംസ് കൈകാര്യം ചെയ്യുന്നവളാണെന്നും കുറ്റപ്പെടുത്തിയാൽ വിശ്വസിക്കാൻ പറ്റുമോ? എക്സെൻട്രിക്കായ ഓഫീസറുടെ നടപടികൾ നിർത്തിവെച്ചില്ലെങ്കിൽ ഐ വിൽ ബി ഫോഴ്സ്ഡ് ടു റിയാക്ട്. എന്ത് വേണമെന്ന് ദാസ് പറയുന്നത്? ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും അയാളെ മാറ്റി നിർത്തണം. ദാറ്റ്സ് ഓൾ. അന്വേഷണത്തിന് എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് തിരക്കാം. അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഐ റിപ്പീറ്റ്, എനിക്ക് എന്റേതായ വഴികൾ സ്വീകരിക്കേണ്ടി വരും. മൈൻഡ് യുവർ വേർഡ്സ്. യു ആർ ടോക്കിംഗ് ടു ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അത് ഓർമ്മിപ്പിച്ചത് ഏതായാലും നന്നായി. സി, താങ്കൾ ഉൾപ്പെടെ പക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും നേതാക്കൾ കട്ടും മോട്ടിച്ചുണ്ടാക്കിയ കറുത്ത കോടികൾ അലക്കി വെളുപ്പിച്ച് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിലും റിയൽ എസ്റ്റേറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ലേ? അതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഒരു ചില്ലി പൈസ ഞാൻ തിരിച്ചു തരില്ല. അധികം വഷളാക്കിയ നാട്ടുകാരുടെ മുമ്പിലെല്ലാം ഞാൻ തുറന്നു പറയും. താരദാസ്, എന്താ ഇത്? ഞാൻ ഉറപ്പിരുന്നു ഇനി ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഈ അന്വേഷണം ബലറാമിന് തുടരില്ല. പോരെ? CM-നെ നമ്മൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഓക്കെ, സോറി സാർ. എന്താ മുസ്തഫ ഇത് ചെയ്യണം സാർ. മന്ത്രിസഭ ഉണ്ടെങ്കിലേ മുഖ്യമന്ത്രിയുള്ളൂ സാർ. അതോർത്തോളൂ. നൗ യു ആർ ഫ്രീ പ്രിയ. നീ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നിന്നെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. ഇനി പോവാലോ. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഈ കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കുമെന്ന്. പക്ഷേ സാറ് കൂടെ കള്ളക്കടത്തുകാരെന്ന് കൂട്ടുവെക്കുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. താരാദാസിനെ ഒരു കള്ളക്കടത്തുകാരനായിട്ടാണ് കാണുന്നതെങ്കിൽ അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രം. മറ്റുള്ളവരാരും അങ്ങനെ കരുതുന്നില്ല. കരുതില്ല. പലതരത്തിൽ അവനോട് കടപ്പാടുള്ളവർ അങ്ങനെ കരുതില്ല. ആ മന്ത്രി മുസ്തഫ ഒരു ഓലപ്പാമ്പ് കാണിച്ചപ്പോഴല്ലേ സാർ? ബൽറാം, താൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ പെണ്ണിനെതിരെയുള്ള കേസ് ഗവൺമെന്റ് പിൻവലിച്ചു കഴിഞ്ഞു. അനാവശ്യമായി അവളെ ഇതിൽ വലിച്ചഴിച്ചതിൽ എല്ലാവർക്കും പരാതിയുണ്ട്. പരാതിപ്പെടും സാർ. സുപ്രസിദ്ധ സിനിമാ നടി താരാദാസിന്റെ കാമുകി. മന്ത്രിമാരും പോലീസ് മേധാവികളും അവൾ നിരപരാധിയാണെന്ന് സ്ഥാപിക്കും.
പരിതപിക്കും. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആന്റി ടെററിസ്റ്റ് കോഡിലെ അലക്സിന്റെ മരണത്തെക്കുറിച്ച് ആർക്കെങ്കിലും പരാതിയുണ്ടോ, പരിതാപമുണ്ടോ? അവന്റെ അമ്മയും ഭാര്യയും മക്കളും അനുഭവിക്കുന്ന വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അലക്സിനെ കൊന്നവരെ കണ്ടെത്താതെ ഞാൻ ഈ കേസിൽ നിന്ന് പിന്തിരില്ല സർ, ആരൊക്കെ എതിർത്താൽ. ബാലു, വിഡിത്തം പറയരുത്. ഡിപ്പാർട്ട്മെന്റിന്റെ ഇഷ്ടത്തിനെതിരായി തനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ പറ്റുമോ? അന്വേഷിക്കും സർ, ഞാൻ പ്രതികളെ കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ അതുവരെ എന്റെ തലയിൽ തൊപ്പി ഉണ്ടായിരുന്നാ മതി. ഒരു തെറ്റ് ഞമ്മളെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്. ഈ കേസ് ബൽറാമിനെ ഏൽപ്പിച്ചതാ ഈ കുഴപ്പത്തിനൊക്കെ കാരണം. അത് CM നിർബന്ധിച്ചുകൊണ്ടാ. DGP എന്ന് പറ. അയാൾ ശക്തമായി ബൽറാമിന് വേണ്ടി വാദിച്ചപ്പോൾ ഞാനും സമ്മതിച്ചു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനസമ്മതനായ ഒരു പോലീസ് ഓഫീസറാണ് ബൽറാം. അയാളുടെ ജൂറിസ്ഡിക്ഷനിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പത്രക്കാർക്ക് അത് മതി പിന്നെ കൊട്ടിഘോഷിക്കാൻ. ബൽറാം ഒന്നും അല്ലല്ലോ പ്രശ്നം, താരാദാസ് ഈസ് ദ റിയൽ ഡേഞ്ചർ. ശരിയാ, അവനെ ഒതുക്കിയേ തീരൂ. ആട്ടെ, അവനോടൊപ്പം കുറെ പേരുണ്ടല്ലോ, ആ ജോൺ വർഗീസും തന്റെ കോബ്രദറും ഒക്കെ. ഇതിലെത്ര പേര് നമ്മുടെ ചൊൽപ്പടി നിൽക്കും? MLA റാണി മാത്യു വെച്ച് മറ്റുള്ളവരെ വിശ്വസിക്കാം. ഇപ്പൊ തന്നെ അവിടെ ചെറിയ വിള്ളലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരെതിർത്താലും അവനെ, ആ താരാദാസിനെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞത് വെറും വാക്കല്ല, ഞാൻ കൽപ്പിച്ചുകൂടി തന്നെയാ പറഞ്ഞത്. എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. അവനെ പോലെ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ പിടികൂടാനോ ശിക്ഷിക്കാനോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല, ഭരണകൂടത്തിന് താല്പര്യമില്ല. ഇവിടുത്തെ നിയമത്തിന് പോലും അവനെ പേടിയാ. പിന്നെ നമ്മൾ മാത്രം എന്തിനാ? ഇത്രയും പേര് അവന്റെ ഒപ്പം ഉള്ളപ്പോ ഒരു ബലറാമെങ്കിലും പുറത്ത് വേണ്ടടോ. പോട്ടെ സാറേ, ആർക്കും വേണ്ടാത്തത് നമുക്കെന്തിനാ? താനൊക്കെ അല്ലേലും അതേ പറയൂ, സെയിം ബ്ലഡ് അല്ലേ? പ്രജകളെ പറ്റിച്ചും വഞ്ചിച്ചും സ്വത്തുക്കള് വാരിക്കൂട്ടിയ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അവസാന കണ്ണി. പൂത്ത പണവും ദേഹത്തൂറെ കൊഴുപ്പുള്ള തനിക്കൊക്കെ പോലീസ് പണി വെറും ഹോബിയാ. എനിക്കതല്ല, ഇറ്റ്സ് മൈ ലൈഫ്. ഐ എം ലൈസൻസ് ടു കിൽ എന്ന് ഞാൻ അവനോട് പറഞ്ഞത് വെറും വാക്കല്ല. When I say I mean it. ഒന്നില്ല സർ. ആ ബില്ലിംഗ് എടുക്ക. ഞാൻ പേഴ്സ് ഇട്ടില്ല, ഒരു 200 രൂപ കടമായിട്ട് മതി. ഞാൻ സാറിന് ഒരു 500 രൂപ തരാനുണ്ട്. താരാദാസ്, എല്ലാം സേഫായി. കേസിൽ നിന്ന് ഒഴിവായി, എന്നെയും കേസിൽ നിന്ന് ഒഴിവാക്കി. ഇനി കാമുകയുമായിട്ട് സ്വസ്ഥമായിട്ട് നാടുവിടാം. നിങ്ങളുടെ പണം, നിങ്ങളുടെ സ്വാധീനം. പക്ഷെ താരാദാസ്, എപ്പോഴും ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഒരു ദിവസം നിങ്ങൾ ചെയ്ത എല്ലാ നീച പ്രവൃത്തികൾക്കും എണ്ണി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പുഴുത്ത പട്ടിയെ പോലെ നിങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലും. അത് ഈ ബൽറാം കണ്ടു നിൽക്കും. ബൽറാം, പറയുന്നതേ പ്രവർത്തിക്കാവൂ, പ്രവർത്തിക്കാവുന്നതേ പറയാവൂ. ഓൾ ദി ബെസ്റ്റ്. പ്ലീസ്. താങ്ക് യു മിസ്റ്റർ ജോൺ. സി. നാണം ഉണ്ടോടാ നായേ? സർ വേണ്ട സർ, വിടുവ. എനിക്കിവനെ 2 ചീത്ത വിളിച്ചേ പറ്റൂ. പട്ടി, തെണ്ടി, നാറി, അതൊക്കെ വെറും ക്ലീഷേ വാക്കുകളാ. ഇവനെ വിളിക്കാൻ ഒരു പേരിന്റെ നാവിന്റെ തുമ്പത്തുണ്ടായിരുന്നല്ലോ ഓർമ്മേ? ബൽറാം. ആ, അതെന്റെ പേര്. ദാ, ആ നാരിയുടെ 4 വെള്ളിക്കാശിന് വേണ്ടി നീ എന്നെ ഒറ്റി കൊടുക്കല്ല. വിളിച്ചോണ്ട് പോടോ. എന്താടാ എന്താടാ? നമുക്ക് പിന്നെ ചോദിക്കാം. ഇവനോടൊന്നും ഇതൊന്നും പറഞ്ഞ പോരോർമ്മ.